ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അല്ലെ, ഏകദേശം 2020 തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് KSEBയിൽ നടക്കുന്ന റീസ്ട്രക്ചറിംഗ് എന്നുള്ള കാര്യം അല്ല. റീസ്ട്രക്ചറിങ്, KSEB റീസ്ട്രക്ചറിങ്, അതുകൊണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. റീസ്ട്രക്ചറിങ് കംപ്ലീറ്റ് ആവണം. റീസ്ട്രക്ചറിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും പല പല രീതിയിലും കേട്ടൊരു വേർഡാണ് റീസ്ട്രക്ചറിംഗ് എന്ന കാര്യം. ഇപ്പം KSEBയുടെ കേസിൽ ഇപ്പം ഓഫീസേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇപ്പം നിരന്തരമായിട്ട് അവരുടെ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവര് സമരം നടത്തുന്നത്? ആക്ച്വലി അവിടെ എത്ര വേക്കൻസീസ് ഒഴിവുകളുണ്ട്? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ കുറെ പേര് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതുകൂടാണ്ട് നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ്, നമ്മുടെ മന്ത്രി നിയമസഭയിൽ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തേല് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. അതിന് മുന്നേറ്റ് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ഇപ്പം KSEBയിൽ ബൈ ട്രാൻസ്ഫർ യുടെ നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ടല്ലേ. അതിൽ ഏകദേശം 90ഓളം വേക്കൻസീസ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം 20 വേക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, പ്രൊമോഷൻ സ്പീഡിൽ തന്നെ നടത്തുന്നുണ്ട് പ്രൊമോഷൻ ഒഴിവുകൾ. പക്ഷെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒഴിവുകൾ അവർ പൂഴ്ത്തുവാണ് ചെയ്യുന്നത്. അതായത് നിലവിലുള്ള ഒഴിവുകളിലേക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും KSEB നിയമനം നൽകുന്നില്ലെന്ന് പരാതി. നേരിട്ടുള്ള നിയമനത്തിലെ 40% ഒഴിവുകൾ നികത്താതെ ഇതേ തസ്തികയിൽ സ്ഥാനക്കയറ്റം നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. KSEBയിൽ നിന്ന് സെപ്റ്റംബറിൽ ലഭിച്ച വിവരാവകാശ മറുപടി അനുസരിച്ച് നേരിട്ടുള്ള ക്വാട്ടയിൽ 170 ഒഴിവുകളുണ്ട്. എന്നാൽ റീസ്ട്രക്ചറിംഗ് പുനഃസംഘടന നടക്കുന്നതിനാൽ അത് പൂർത്തിയാകുന്ന നിലയ്ക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാവുള്ളൂ എന്നാണ് കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറയുന്നത്. എന്നാൽ ഇതേ തസ്തികയിലുള്ള പ്രൊമോഷൻ ക്വാട്ടയിലുള്ള 93 ഒഴിവുകൾ നികത്താൻ നടപടി പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ തസ്തികയിലുള്ള നേരിട്ടുള്ള നിയമനത്തെ പുനഃസംഘടന തടസ്സമാണെന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ഇക്കാര്യം ബാധകമാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. 2024 ഫെബ്രുവരി 12-ന് വന്ന റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 364, സപ്ലിമെന്ററി ലിസ്റ്റിൽ 340 ഉൾപ്പെടെ 705 പേരാണ് ഉള്ളത്. ജനുവരി 4-ന് ശേഷം ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 76 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. കൃത്യമായ ഇടവേളകൾ പ്രൊമോഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവ് PSCയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രായപരിധി അവസാനിക്കാറായ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇതാണ് KSEBയുടെ AEയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ അറിയുന്നുണ്ടാവും, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ഇപ്പോഴെന്താ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ 14-ാം തീയതി തൊട്ടോ 15-ാം തീയതി തൊട്ടോ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ വർക്ക് ലോഡിനെ ബേസ് ചെയ്തിട്ടും അത് കൂടാണ്ട് അവിടെ കുറെ വേക്കൻസീസ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ടാസ്. അത് കൂടാണ്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതായത് അവരുടെ വർക്ക് ലോഡ് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ഈ ഒരു പേപ്പർ കട്ടിങ്. ഇനിയിപ്പോ നമുക്കിപ്പോ നമ്മുടെ നിയമസഭയിൽ നമ്മളുടെ മന്ത്രി പറഞ്ഞ എന്താണെന്നില്ലായിരുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് നമ്മുടെ കഴിഞ്ഞ നിയമസഭയിൽ 14-ാം സമ്മേളനത്തില് കുറച്ചധികം ചോദ്യങ്ങൾക്ക് കൃഷ്ണൻകുട്ടി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എത്ര എണ്ണം തസ്തികകൾ, അംഗീകൃത തസ്തികകൾ ഉണ്ടെന്നും അത് പാർട്ടി തിരിച്ചെത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് രജിസ്ട്രിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ ആയിട്ടുള്ള ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കൂടാണ്ട് നമ്മുടെ 40% ക്വാട്ടയിലും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം PC വിഷ്ണുനാഥും ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ക്വാട്ടയിൽ എത്രയുണ്ടതും റീസ്ട്രക്ചറിങ്ങിന്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ പ്രൊമോഷനിൽ അവരവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 93 ഒഴിവുകൾ അവിടെ നിലവിലുണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അത് നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് റീസ്ട്രക്ചറിങ്ങിനെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. EK വിജയൻ MLAയും ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ അവരും പറയുന്ന രീതിയിൽ ഇത് തന്നെയാണ്. അതായത് റീസ്ട്രക്ചറിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീസ്ട്രക്ചറിങ് നടക്കണം, അതിനുശേഷം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന രീതിയിൽ. പിന്നെ അവിടെ KSEB ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഷ്റഫ് MLA ചോദിച്ചപ്പോൾ അതിനും റിപ്ലൈ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനത്തെ ജീവനക്കാരുടെ കുറവ് പ്രതികൂലമായി ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക. ഇത് പരിഹരിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും നിയോഗിക്കാറുണ്ടോ എന്ന് വ്യക്തമാക്കുക.
ലൈൻമാൻമാരുടെയും വർക്കർമാരുടെയും കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അവരുടെ ഒരു റിപ്ലൈ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു രജിസ്ട്രേഷനും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആകും. അതുകൊണ്ടാണ് ഇപ്പൊ ഓഫീസേഴ്സ് അസോസിയേഷൻ അവിടെ സ്ട്രൈക്ക് നടന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് എയുടെ ഒഴിവുകൾ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ ഏറ്റവും ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഇത് അത്രയും എംഎൽഎമാരും എല്ലാവരും ചോദിച്ചുകൊണ്ട് ഒരു പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.